ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് മലയാളികളുടെ മുഖത്ത് നോക്കി ആവർത്തിച്ച് പറഞ്ഞത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടുന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ്. ഒരുപക്ഷെ അതിനേക്കാൾ രൂക്ഷമായി ജനങ്ങളുടെ പ്രതികരണങ്ങളോട് ധിക്കാരപരമായി പെരുമാറിയ ചരിത്രവുമുണ്ട് നമ്മുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ മുഖ്യമന്ത്രിക്കും. എന്നാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, വിശിഷ്യ CPM എന്തൊരു രാഷ്ട്രീയമാണ് ജനങ്ങളോട് പങ്കുവെക്കേണ്ടതെന്ന് പാർട്ടി നേതാക്കന്മാരെ ജനങ്ങൾ പഠിപ്പിച്ചു എന്ന് പയ്യന്നൂരിലെയും ധർമ്മടത്തെയും ഏലത്തൂരിലെയും തൃക്കരിപ്പൂരിലെയും വാമനപുരത്തെയും ഒക്കെ ജനങ്ങൾ ഇതാ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ ജയിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്യാം. എന്നാൽ CPM-നെ പോലെ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടി തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും ജനങ്ങളുടെ പ്രതികരണങ്ങൾ അതുപോലെ ബോധ്യപ്പെട്ട് അതിൻ്റെ ജയപരാജയങ്ങൾ പാർട്ടിയെ അറിയിക്കുവാൻ സംവിധാനമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടി ഒരിക്കലും സംഭവിക്കുമെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അമ്പലപ്പുഴയിലെ G. സുധാകരൻ തുടങ്ങി തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും ഒക്കെ മുൻകാല സഖാക്കന്മാർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് തങ്ങൾക്ക് അധികാരമുറപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല എന്നും അവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ തന്നെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളെ അംഗീകരിക്കുവാൻ മടിച്ചു നിൽക്കുന്ന പാർട്ടി നേതാക്കന്മാരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണെന്നുമായിരുന്നു. അതുകൊണ്ടാണ് പയ്യന്നൂരിൽ ഇപ്പോൾ UDF-ന്റെ ബാനറിൽ ജയിച്ച ശ്രീ V. കുഞ്ഞികൃഷ്ണൻ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ആയിരുന്നില്ല CPM-നുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ ഉണ്ടായ, പ്രത്യേകിച്ച് രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ടുണ്ടായ ഫണ്ട് പിരിവിൽ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ആ കണക്കുകൾ ജനങ്ങളോട് പങ്കുവെക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് അദ്ദേഹത്തെ പാർട്ടി വിരുദ്ധനാക്കി മാറ്റിയത്. അങ്ങനെ പാർട്ടിക്ക് പുറത്തു വന്ന അദ്ദേഹം ചില പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ നിർബന്ധിതന് ആയ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെന്ന് ഈ പാർട്ടി തന്നെയാണ്. അപ്പോഴും CPM-ന്റെ സമുന്നത നേതാക്കന്മാർ പറഞ്ഞത് ഈ പാർട്ടിയെ പറ്റി ഈ ആളുകൾക്ക് ഒരു ചുക്കും അറിയില്ല, അതുകൊണ്ട് പാർട്ടിയെ വെല്ലുവിളിക്കുന്നവർക്ക് ശിക്ഷ നൽകുവാൻ കഴിയുന്ന പാർട്ടി സംവിധാനം ഞങ്ങൾക്ക് കണ്ണൂർ ഉൾപ്പെടുന്ന ജില്ലകളിൽ ഉണ്ടായിരുന്നുവെന്നാണ്. ഇവിടെയാണ് ജനങ്ങളുടെ സ്പന്ദനം മറന്നുപോയ പാർട്ടി നേതാക്കന്മാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയാതെ അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. നോക്കൂ, ഇതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖില ലോക നേതാക്കന്മാർ, മാവോയെ പോലുള്ള ആളുകൾ ഒരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്ന് വിശദീകരിക്കുമ്പോൾ വെള്ളത്തിൽ എങ്ങനെയാണോ മീൻ, അങ്ങനെയായിരിക്കണം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജനങ്ങളുമായി ഇടപഴകേണ്ടതെന്ന് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം മറന്ന് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല എന്ന് ജനങ്ങളോട് അഹങ്കാരത്തോടെ പറഞ്ഞ ആളുകൾക്ക് കേരള ജനത ഇടതുപക്ഷ പൊതുബോധത്തെ നാളെയും ഇവിടെ സംരക്ഷിക്കണം എന്ന ഉത്തരവാദിത്ത ബോധം അറിയിക്കുന്നതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ മുന്നണിക്ക് കൊടുത്ത ഈ വലിയ പ്രഹരം പാർട്ടിയെ നല്ലവണ്ണം പഠിക്കാൻ ഇതിൻ്റെ ഇന്നത്തെ നേതാക്കന്മാരെ നിർബന്ധിതമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.